യൂണിവേഴ്സിറ്റി LGS എക്സാമിന്റെ ഡേ 4 100 ക്വസ്റ്റ്യൻ പഠിക്കാം. ഡേ 1, ഡേ 2, ഡേ 3 കൂടി നമ്മൾ 300 ക്വസ്റ്റ്യൻ പഠിച്ചു അല്ലെ. കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. ഒന്നാമത്തെ ചോദ്യം, 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലൻ. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചതാരാണ്? AK ഗോപാലൻ. രണ്ടാമത്തെ ചോദ്യം, ടൂറിസം ഒരു വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. 1986 ടൂറിസം ഒരു വ്യവസായമായി അംഗീകരിച്ചത്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരു തവണയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം, ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പദവി വഹിച്ച ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് സക്കീർ ഹുസൈൻ. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പദവി വഹിച്ച ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. അഞ്ചാമത്തെ ചോദ്യം, ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ആറാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ്. ഏഴാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഇനാമൽ. എട്ടാമത്തെ ചോദ്യം, സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാനത്തെ PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാനത്തെ PSC ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്. നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റും. എട്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കര. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം ഏതാണ്? മുല്ലക്കര. ഒമ്പതാമത്തെ ചോദ്യം, ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപു. പത്താമത്തെ ചോദ്യം, ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചാണ്. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ച്. 11ാമത്തെ ചോദ്യം, കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗം റെറ്റിന. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗം ഏതാണ്? റെറ്റിന. 12ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നിലവിൽ വന്നത് 1957. 1957 അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നിലവിൽ വന്നത്. 13ാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. 14ാമത്തെ ചോദ്യം, ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? 1.18%. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ 1.18% കേരളം. 15ാമത്തെ ചോദ്യം, ലെയ്സസ് ഫെയർ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത്. ലെയ്സസ് ഫെയർ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആഡം സ്മിത്ത് ആണ്. 15ാമത്തെ ചോദ്യം, തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 16ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. 17ാമത്തെ ചോദ്യം, മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. 18ാമത്തെ ചോദ്യം, വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപിക്കോ പ്രസ്ഥാനം. അപിക്കോ പ്രസ്ഥാനം ആരംഭിച്ചത് 1983 കർണാടകയിലാണ് ആരംഭിച്ചത്. 19ാമത്തെ ചോദ്യം, പ്രഷർ കുക്കറിന്റെയും നോൺ സ്റ്റിക് പാത്രങ്ങളുടെയും കൈപ്പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ബാക്ക്ലൈറ്റ്. 20ാമത്തെ ചോദ്യം, കോൺകേവ് ദർപ്പണങ്ങൾ ഉപയോഗിക്കുന്നതിന് ഉദാഹരണമാണ് ഷേവിംഗ് മിറർ, മേക്കപ്പ് മിറർ, ഡോക്ടർമാരുടെ ഹെഡ് മിറർ, സിനിമ പ്രൊജക്ടർ. ഷേവിംഗ് മിറർ, മേക്കപ്പ് മിറർ, ഡോക്ടർമാരുടെ ഹെഡ് മിറർ, സിനിമ പ്രൊജക്ടർ എന്നിവയിലെല്ലാം ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം. 21ാമത്തെ ചോദ്യം, ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണുവാണ് ആൽഫ വൈറസ്. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? ആൽഫ വൈറസ് ആണ്. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥ? VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. 23ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് പ്രസിൽ നിന്നാണ് രാജ്യസമാചാരം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. 1847 രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത്. 24ാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യമെന്ന് INCയെ വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭു. കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യമെന്ന് INCയെ വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭു ആണ്. 25ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് എന്ന്?
1942 ഓഗസ്റ്റ് 8-നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. 26-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളം ജില്ല. ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല ഏതാണ്? എറണാകുളം. 27-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് പട്ടം. തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്തിലാണ് കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത്. 28-ാമത്തെ ചോദ്യം, വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ദാദാബായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ദാദാബായ് നവറോജി. 29-ാമത്തെ ചോദ്യം, കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗത അളക്കുന്ന യൂണിറ്റ് ആണ് നോട്ട്. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? നോട്ട്. 30-ാമത്തെ ചോദ്യം, പ്രകൃതിയിലെ ഏറ്റവും ശക്തി കൂടിയ ബലം ന്യൂക്ലിയർ ബലമാണ്. പ്രകൃതിയിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഭൂഗുരുത്വാകർഷണ ബലമാണ്. പ്രകൃതിയിലെ ഏറ്റവും ശക്തി കൂടിയ ബലമാണെങ്കിൽ ന്യൂക്ലിയർ ബലവും ശക്തി കുറഞ്ഞ ബലമാണെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലവുമാണ്. 31-ാമത്തെ ചോദ്യം, കാതമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യപ്പള്ളം. ആര്യപ്പള്ളമാണ് കാതമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ്. 32-ാമത്തെ ചോദ്യം, SNDPയുടെ മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മപരിപാലന സംഘം. SNDPയുടെ മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടന ഏതാണ്? ഇസ്ലാം ധർമ്മപരിപാലന സംഘം. 33-ാമത്തെ ചോദ്യം, ഈഴവ മെമ്മോറിയലിന്റെ ഭാഗമായി ട്രീറ്റ്മെന്റ് ഓഫ് തിയാസിൻ ട്രാവൻകൂർ എന്ന കൃതി രചിച്ചത് ഡോക്ടർ പൽപോ. ട്രീറ്റ്മെന്റ് ഓഫ് തിയാസിൻ ട്രാവൻകൂർ എന്ന കൃതി ആരാ രചിച്ചത്? ഡോക്ടർ പൽപോ. 34-ാമത്തെ ചോദ്യം, ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. 35-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക ചിഹ്നം ലഭിച്ച കടുവ സംരക്ഷണ കേന്ദ്രമാണ് കൻഹ. മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. 36-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ്. ഛത്തീസ്ഗഡിലാണ് ഷിയോനാഥ് നദി. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴി പുഴ. 37-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മയ്യഴി പുഴ. 38-ാമത്തെ ചോദ്യം, ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം 36 ദ്വീപുകളാണ്. ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകള്, അതിൽ 10 എണ്ണം മാത്രമേ ജനവാസമുള്ളൂ. 39-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ചണ്ഡീഗഡ്. 40-ാമത്തെ ചോദ്യം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ച വർഷം 1941 ജനുവരി 26-നാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത്. സ്ഥാപകർ എസ് നീലകണ്ഠ അയ്യറും VR കൃഷ്ണൻ എഴുത്തച്ഛർ എന്നിവരാണ്. 41-ാമത്തെ ചോദ്യം, കേരളത്തിൽ വായുജല മലിനീകരണത്തിനെതിരായി നടന്ന ആദ്യ പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. കേരളത്തിൽ വായുജല മലിനീകരണത്തിനെതിരായി നടന്ന ആദ്യ പ്രക്ഷോഭം ഏതാണ്? ചാലിയാർ പ്രക്ഷോഭം. 42-ാമത്തെ ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് 1921 മലബാർ കലാപം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാണ്? 1921 മലബാർ കലാപം. 43-ാമത്തെ ചോദ്യം, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. 44-ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 45-ാമത്തെ ചോദ്യം, 1940 ഓഗസ്റ്റ് 8-ാം തീയതി ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ലിൻലിത്ത് ഗോയാണ്. 46-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എന്നാണ്? 1946 ഡിസംബർ 9-നാണ് പ്രഥമ സമ്മേളനം നടന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം അവസാനിച്ചത് 1946 ഡിസംബർ 23-ന്. പ്രഥമ സമ്മേളനം നടന്നത് ഡിസംബർ 9-ാം തീയതിയും പ്രഥമ സമ്മേളനം അവസാനിച്ചത് ഡിസംബർ 23-ാം തീയതിയും. 48-ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള തേക്കുമരം കണ്ടെത്തിയിട്ടുള്ളത്? നിലമ്പൂരിലാണ് ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള തേക്കുമരം കണ്ടെത്തിയിട്ടുള്ളത്. 49-ാമത്തെ ചോദ്യം, വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം. സാന്ദ്രീകരണത്തിന് ഉദാഹരണമാണ് നീരാവി ജലമായി മാറുന്നത്. വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് സാന്ദ്രീകരണം. 50-ാമത്തെ ചോദ്യം, ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിന്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം. ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിന്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ബാഷ്പീകരണമാണ്. ഇത് SCERT ടെക്സ്റ്റിലെ ചില പോയിന്റ്സുകളാണ്. പത്രങ്ങളും നേതാക്കളും. ഹിന്ദു, സ്വദേശി മിത്രം എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് G. സുബ്രഹ്മണ്യ അയ്യർ.
അമൃത ബസാർ പത്രിക നേതൃത്വം നൽകിയത് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷ് എന്നിവർ ചേർന്നാണ്. ബോംബെ സമാചാർ എന്ന പത്രികയ്ക്ക് നേതൃത്വം നൽകിയത് ഫർദൂർജി മർസ്ബാന്. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചാരാണ് ബാലഗംഗാധര തിലക്. ബംഗാളി പത്രത്തിന് നേതൃത്വം നൽകിയത് സുരേന്ദ്രനാഥ് ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ദാദാബായ് നവറോജി. ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ, കോമൺവെൽ എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആനി ബസന്റ് ആണ്. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് മഹാത്മാഗാന്ധി. അൽ ഹിലാൽ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ലാലാ ലജ്പത് റായ്. നേഷൻ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്തത് ദേശീയ ജലപാതകളെ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങള്. ദേശീയ ജലപാത 1 ഗംഗാ നദിയിൽ അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. 1620 കിലോമീറ്റർ ആണ് ദേശീയ ജലപാത 1ന്റെ ദൈർഘ്യം. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിലെ സാധ്യ മുതൽ ധൂബ്രി വരെ. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിലെ സാധ്യ മുതൽ ധൂബ്രി വരെയാണ്. 891 കിലോമീറ്റർ ആണ് ദേശീയ ജലപാത 2ന്റെ നീളം. ദേശീയ ജലപാത 3 കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാലാണ് ദേശീയ ജലപാത 3. 205 കിലോമീറ്റർ ആണ്. ദേശീയ ജലപാത 4 ഗോദാവരി, കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ് ദേശീയ ജലപാത 4. 1095 കിലോമീറ്റർ ആണ് ദൈർഘ്യം. ദേശീയ ജലപാത 5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയാണ്. ദേശീയ ജലപാത 5 623 കിലോമീറ്റർ. അടുത്തത് ഇന്ത്യയിലെ റെയിൽവേ ആരംഭിക്കുന്നത് 1853 ഏപ്രിൽ 16 അന്ന് വൈകുന്നേരം 3:35 ബോംബെയിൽ നിന്നും താനേക്കുള്ള ആദ്യ തീവണ്ടി കൂകിപ്പാഞ്ഞു. ഇന്ത്യയിലെ റെയിൽവേ ആരംഭിച്ചത് എപ്പോഴാണ്? 1853 ബോംബെ ടു താനെ വരെ. കേരളത്തിലെ 1861 മാർച്ചിൽ തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്കാണ് ആദ്യത്തെ തീവണ്ടി ഓടിയത്. കേരളത്തിലെ റെയിൽവേ ആരംഭിച്ചത് 1861 തിരൂർ ടു ബേപ്പൂര്. അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകൻ VD സവർക്കർ ആണ്. അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചതാരാണ്? VD സവർക്കർ ആണ്. അനുശീലൻ സമിതി സ്ഥാപിച്ചത് ബരീന്ദ്രകുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസ് എന്നിവർ ചേർന്നാണ്. ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ച് ലാലാ ഹർദയാല്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ സൂര്യ സെൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചതാരാണ്? സൂര്യ സെൻ. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങള്. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം 1917 നടന്നത്. ബീഹാറിലാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം നടന്നത്. അഹമ്മദാബാദിലെ തുണിമിൽ സമരം. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ തുണിമിൽ സമരം 1918 നടന്നത്. ഗുജറാത്തിലെ ഗേദയിലെ കർഷക സമരം നടന്നത് 1918. ചമ്പാരൻ സത്യാഗ്രഹം 1917 അഹമ്മദാബാദ് തുണിമിൽ സമരം 1918 നടന്നത്. ഗേദയിലെ കർഷക സമരം 1918 നടന്നത്. അടുത്തത് വിദ്യാഭ്യാസം ദേശത്തിന്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയുടെ വാക്കുകളാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും. കേശബ് ചന്ദ്രസന്റെ വാക്കുകളാണിത്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയുമെന്ന് പറഞ്ഞതാരാണ്? കേശബ് ചന്ദ്രസൻ. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. ആരുടെ വാക്കുകളാണ്? വീരേശലിംഗത്തിന്റെ വാക്കുകളാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. അടുത്തത് പരിഷ്കരണ പ്രസ്ഥാനങ്ങളും പരിഷ്കർത്താക്കളും ആശയങ്ങളും. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു സ്വതന്ത്രം, സമത്വം, സ്വതന്ത്ര ചിഹ്ന എന്നിവ പ്രോത്സാഹിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാന്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ട് വാദിച്ചതാരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്.
മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതിക്ക് എന്നിവയ്ക്ക് വേണ്ടി നിലകൊണ്ടു. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചതാരാണ്? ആനി ബസന്റ് ആണ്. ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരത്തിനായിട്ട് നിലകൊണ്ടതാരാണ്? ആനി ബസന്റ്. ഹിതകാരണി സമാജം സ്ഥാപിച്ചതാരാണ്? വീരേശലിംഗം. ഹിതകാരണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗമാണ്. വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായിട്ട് പ്രചരണം നടത്തിയതാരാണ്? വീരേശലിംഗം. സത്യശോധക് സമാജം സ്ഥാപിച്ച് ജ്യോതിബ ഫുലെ. സത്യശോധക് സമാജം സ്ഥാപിച്ചതാരാണ്? ജ്യോതിബ ഫുലെയാണ്. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നാക്ക വിഭാഗക്കാർക്കായിട്ട് വിദ്യാലയങ്ങൾ ആരംഭിച്ചു. സ്വാഭിമാനി പ്രസ്ഥാനം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാരാണ്? ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തതാരാണ്? ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശ്രീനാരായണ ഗുരുവാണ് സ്ഥാപിച്ചത്. ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു. പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ട് നിലകൊണ്ടു. എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്